ദില്ലിയിൽ വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചതിൽ ആഭ്യന്തരമന്ത്രി പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രസ്താവന നടത്തണമെന്നാണ് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടത്. ഇന്നും ഇതേ വിഷയത്തിൽ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഇരുസഭകളിലും ഉയർത്തിയത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ പാർലമെന്റിന്റെ ഇരുസഭകളും നിർത്തിവച്ചിരിക്കുന്നത്. 2 മണിക്ക് പൊതുപരീക്ഷാ ബില്ല് ഭേദഗതിയിൽ ചർച്ച നടത്താമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം സ്പീക്കറുമായി നടത്തിയ ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് പ്രതിപക്ഷം സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ പ്രധാനപ്പെട്ട വിഷയം ദില്ലിയിൽ വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചത്, അതിൽ ആഭ്യന്തരമന്ത്രി പ്രസ്താവന നടത്തണം. പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് അടക്കമുള്ള കാര്യങ്ങളിൽ ഇതുവരെ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടും ഇപ്പോഴും ഇടതുപക്ഷത്തെയും അതോടൊപ്പം തന്നെ സമരത്തിൽ പങ്കെടുത്തവരെയും SFIയെയും ആക്രമിക്കുകയാണ് കേന്ദ്ര സർക്കാരും ഒപ്പം തന്നെ RSS മുഖപത്രമായ ഓർഗനൈസറും. ഈ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് ആഭ്യന്തരമന്ത്രി കൃത്യമായി പ്രസ്താവന നടത്തണം, ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന കാര്യങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇടതുപക്ഷ എംപിമാർ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപിയും അതോടൊപ്പം തന്നെ വി ശിവദാസൻ എംപിയും ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് രാജ്യസഭയിൽ നോട്ടീസ് നൽകുകയും ചെയ്തു. ഇപ്പോൾ വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന്. വിഷ്ണു, നിലവിൽ ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമാണ്. ആഭ്യന്തരമന്ത്രി പ്രസ്താവന നടത്തിയേ പറ്റൂ. അത് തന്നെയായിരുന്നല്ലോ പാർലമെന്റിന്റെ ഇരുസഭകളെയും കലുഷിതമാക്കിയത്. എന്തായിരുന്നു സ്പീക്കറുടെ നിലപാട്, ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ നിലപാട്? പ്രസ്താവന നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് വലിയ രീതിയിൽ പ്രതിപക്ഷം ഇന്നും പ്രതിഷേധം കടുപ്പിച്ച സാഹചര്യമുള്ളത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് എതിരായിട്ട് നടന്ന പോലീസ് അതിക്രമം, പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് ഇന്ന് പ്രതിപക്ഷം സഭയിൽ വലിയ പ്രതിഷേധം. അതിൽ തന്നെയാണ് ഈ സഭയിൽ എത്തണം, പ്രസ്താവന നടത്തണം, അതിനുശേഷം മറ്റ് നടപടികളുമായി സഹകരിക്കാമെന്നതാണ് ചൂണ്ടിക്കാട്ടിയത്. അത്തരത്തിലൊരു നിലപാട് തന്നെയാണ് പ്രതിപക്ഷം എടുത്തത്. എന്നാൽ സ്പീക്കർ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. ഇത്തരത്തിൽ സഭാ നടപടികൾ തടസ്സപ്പെടുത്തരുത്, ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തരുത്, സഭാനീതികൾ പാലിക്കണമെന്ന നിലപാടാണ് എന്തായാലും സ്പീക്കർ ഓം ബിർള ഇന്ന് ഭേദഗതി ബില്ലിൽ ദിവസം ഈ CJP അടക്കം വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത്, ഈ കേന്ദ്ര സർക്കാർ നൽകിയ ചില ഉറപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് സമരം പിൻവലിച്ചത്. പക്ഷേ ആ ഉറപ്പുകൾ ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. FIR റദ്ദാക്കിയിട്ടില്ല, നഷ്ടപരിഹാരം നൽകിയിട്ടില്ല. ഇത് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷവും ഇക്കാര്യം പാർലമെന്റിൽ അടക്കം ഉന്നയിക്കുകയും ചെയ്യുന്നത്. പാർലമെന്റിലെ പ്രധാന പ്രശ്നം ഇന്ന് രാജ്യമെമ്പാടും ചർച്ച ചെയ്യുന്നത് ഈ വിദ്യാർത്ഥികൾ അതിക്രൂരമായി ചവിട്ടി മെതിച്ചതാണ്, പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചതാണ്. അതോടൊപ്പം തന്നെ ബീഹാറിൽ പാറ്റ്നയിലടക്കം നടന്ന ക്രൂരമായ നടപടി, അവിടുത്തെ SIT സംഘാംഗം ഈ സമരക്കാർക്ക് നേരെ വെടി ഉതിർത്തത് അടക്കമുള്ള കാര്യങ്ങൾ, ഇതെല്ലാം മറച്ചുവെക്കാൻ ചർച്ചയ്ക്ക് തയ്യാറാകാതിരിക്കുന്ന ഒരു ഭരണപക്ഷത്തെയാണ്, കേന്ദ്ര സർക്കാരിനെയാണ് കാണുന്നത്. ഇതാണ് പ്രതിപക്ഷം കൃത്യമായി തന്നെ പറയുന്നത്. എന്താണ് സംഭവിച്ചത്? അതിൽ കൃത്യമായ ഒരു പ്രസ്താവന ആഭ്യന്തരമന്ത്രി നടത്തണം. അതിന് തയ്യാറാകാത്ത കേന്ദ്ര സർക്കാരിനെതിരെയല്ലേ പ്രതിഷേധം ശക്തമായിരിക്കുന്നത്? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം ഈ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെ അതിക്രൂരമായിട്ടുള്ള നടപടികൾ തന്നെയാണ് ദില്ലി പോലീസിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടത്. അതായത് വിദ്യാർത്ഥികൾക്കെതിരെ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുന്നതിലൂടെ നിരവധി പേർക്ക് പരിക്കേറ്റ് ചിലർക്ക് പരിക്കേറ്റിരുന്നു. അത്തരത്തിൽ എന്തുകൊണ്ട് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു? അതോടൊപ്പം തന്നെയാണ് മറ്റു തരത്തിലുള്ള അതിക്രമങ്ങളും വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ട്. ബീഹാറിൽ നടന്ന പ്രതിഷേധത്തിനെതിരെയായിരുന്നു AK-47 ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇതൊക്കെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ സഭയിലെത്തണം, സഭയിലെത്തി ഇതിൽ മറുപടി നൽകണമെന്ന ഉറച്ച നിലപാട് തന്നെയാണ് എന്തായാലും പ്രതിപക്ഷം ശരി, വിഷ്ണു തലവൂരാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. പാർലമെന്റ് നടപടികളൊന്നും തടസ്സപ്പെട്ടു. ദില്ലിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് നടത്തിയ ക്രൂരമർദ്ദനം, അതിൽ ആഭ്യന്തരമന്ത്രി പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ടാണ് പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധിച്ച്. കഴിഞ്ഞ ദിവസവും ഇതേ ആവശ്യം തന്നെയായിരുന്നു. പക്ഷേ ഒരു പ്രസ്താവന നടത്താൻ ആഭ്യന്തരമന്ത്രി തയ്യാറാകുന്നില്ല. കേന്ദ്ര സർക്കാർ അക്കാര്യത്തിൽ നിലപാടെടുത്തിട്ടില്ല. ഇതിലാണെന്നും പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായ. ഇതേസമയം ദില്ലിയിൽ നടന്ന മാർച്ചിനിടെ ഉണ്ടായ ലാത്തിച്ചാർജ് മർദ്ദനത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഇടത് എംപിമാർ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപിയും വി ശിവദാസനും രാജ്യസഭയിൽ നോട്ടീസ് നൽകുകയും ചെയ്തു. വിവരങ്ങളാണ് വിഷ്ണു തലവൂർ നൽകിയത്.